ശ്രീ രാമസിംഹൻ, അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടരാജിയോടുകൂടി പിരിഞ്ഞുപോയിരിക്കുകയാണ്. വലിയ ചോദ്യങ്ങൾ സമൂഹം ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം നൽകേണ്ടവരാണ് രാജി എന്നുള്ള ഒറ്റ വാക്കിൽ ഒഴിഞ്ഞുകൊണ്ട് കളം വിടുന്നത്. എന്തിനാണ് ഇത്തരമൊരു അരങ്ങൊഴിയൽ ഇത്ര പെട്ടെന്ന് സംഭവിച്ചതിന്റെ കാരണം? ഇത് നിവൃത്തികേട് കൊണ്ട് ഒഴിഞ്ഞു പോയതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജനം ഇത് തിരിച്ചറിഞ്ഞു, എന്താണ് നിലവിലുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞു. മൊത്തം ചിലരുടെ പ്രവൃത്തികൾ മൊത്തം ആ മേഖലയെ തന്നെ ഒരു ദുഷിച്ച കണ്ണോടുകൂടി പ്രേക്ഷകർക്ക് നോക്കിക്കാണേണ്ടുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഗതികേട് കൊണ്ടാണ് മൊത്തത്തിൽ രാജിവെച്ച് പോയത്. കാരണം ആരുടെയൊക്കെ തലയിലാണ് ഈ കൂടെയുള്ളത് എന്ന് നിശ്ചയില്ല. ആ നിശ്ചയില്ലാത്ത അവസ്ഥയിൽ ഇപ്പൊ അവര് തന്നെ പറയുന്നു ഇനിയും ആരോപണങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ആരോപണങ്ങൾ വരികയാണെങ്കിൽ ഇതിനേക്കാളും തിക്തമായിട്ടുള്ള ഫലം. കാരണം നമുക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുള്ള ഈ വ്യക്തികൾ ആരാണെന്ന് തിരിച്ചറിയില്ല. കാരണം അവിടെ വ്യക്തമായിട്ട് അവിടെ ഒരു ധാരണ ഹേമ കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഈ ഒരു കോർ കമ്മിറ്റിയും ആ കോർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയ സ്ഥിതിക്ക് ഇനി അതിന്റെ നാളെ അത് ഹൈക്കോടതിയിൽ എത്തുകയാണ്. അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ സ്വാഭാവികം കോടതി അത് ചോദിക്കും. കാരണം ഇത്രയും വലിയൊരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്ന് ചോദിക്കുക. അതും ആത്യന്തികമായിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ സംഘടനയെ തന്നെയാണ്. ഈ സംഘടനയ്ക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല, പല കാലഘട്ടങ്ങളിൽ സംഘടനയ്ക്ക് മുമ്പാകെ വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളൊക്കെ യഥാസമയം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ തേച്ചു മാച്ച് കളയുക, തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി തേച്ചു മാച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കറിയാം ഇത് എവിടുന്നാ തുടങ്ങുന്നത് ആ സംഘടനയിൽപ്പെട്ട ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. അന്നാണ് ജനം തിരിച്ചറിയുന്നത് ഇതിന്റെ അകത്ത് ഒരു കാര്യം നമുക്ക് ചിന്തിക്കുക. അന്ന് ഈ പറയുന്ന ആരോപിതന്റെ കൂടെ നിന്ന ആൾക്കാരാണ് ഇന്ന് വീണ്ടും ആരോപണത്തിന് വിധേയരാകുന്നത്. അപ്പൊ ഒരു ഗ്യാങ്സ്റ്റർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സംഘടന അത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന 500 പേരുള്ള നടീനടന്മാരുടെ സംഘടനയില് ആർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ അവർക്ക് വേണ്ടി നിലകൊണ്ടില്ല. കാരണം ഈ മേൽത്തട്ടിലുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാവിധ പ്രൊട്ടക്ഷനും ഉണ്ട്. എന്നാൽ ഒരു ചെറിയ പരിധി കഴിഞ്ഞ് താഴോട്ട് വരുന്നതോറും ആർക്കും ഒരു പ്രൊട്ടക്ഷനും ഇല്ല. അവന്റെ നാവ് പോലും അരിഞ്ഞു കളയുന്ന അവസ്ഥയാണ്. ശബ്ദിക്കാൻ പറ്റില്ല. ശബ്ദിച്ചാൽ അവൻ എന്നേക്കുമായിട്ട് ആ ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞില്ല, എന്റെയൊക്കെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമ്മൾ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ സംഘടനയുടെ ദുഷിപ്പിനെതിരെ ഞാൻ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് 14 വർഷമായി ഞാൻ പുറത്തു നിൽക്കുന്നു. 14 വർഷം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അത് മരണം വരെ സസ്പെൻഷൻ ആണ്. ഒരു സാംസ്കാരിക സംഘടന അങ്ങനെ സസ്പെൻഡ് ചെയ്ത്. അപ്പൊ അത് എനിക്ക് കിട്ടിയ അനുഭവം തന്നെയാണ് ഇവിടുത്തെ മറ്റുള്ള നടീനടന്മാർക്കാണെങ്കിലും കിട്ടുന്നത്. അവര് അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്ന് കുറച്ച് മുഖം കാണിച്ചു, സിനിമാ നടി അല്ലെങ്കിൽ സിനിമാ നടൻ എന്നുള്ള പേര് വന്നു, അതിനുശേഷം മറ്റൊരു തൊഴിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവര് എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അന്ത്യമാണ് അതോടുകൂടി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു അടിമത്ത വ്യവസ്ഥ ആ സംഘടനയ്ക്കകത്തുണ്ട്, 2 സംഘടനയ്ക്കകത്ത്. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് പെക്കം വേണ്ടിയിട്ടില്ല. ഇപ്പൊ ആരോപണ വിധേയര് എന്ന് പറഞ്ഞാലും അമ്മയുടെ കീഴിലുള്ള ആൾക്കാർ മാത്രമല്ല, സംവിധായക എവിടെയാണ്? പെക്കയിലാണുള്ളത്. അപ്പം പെക്കം വേണ്ടിയിട്ടില്ല. ആലോചിച്ച് ഇത്രയും ദിവസമായിട്ട് ഇത്രയും ഇഷ്യൂ മലയാള സിനിമയിലായിട്ട് ബി ഉണ്ണികൃഷ്ണനെ കാണാനില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതെല്ലാം വെളിയിൽ വരികയും ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് ഈ സംഘടന എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിന്റെ റിയാക്ഷൻ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഈ രാജിവെപ്പ്. അതായത് ശ്രീ രാമസിംഹൻ, ഇത് ഗത്യന്തരമില്ലാത്ത ഒരു ഒളിച്ചോട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അതായത് നമുക്കറിയാം ഈ അമ്മ സംഘടന ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറയുന്നു. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ സിദ്ദിഖിനെതിരായ ആരോപണം വരുന്നു. വളരെ പെട്ടെന്ന് സിദ്ദിഖിന്റെ രാജി, അതിനു മുൻപ് തന്നെ രഞ്ജിത്തിന്റെ രാജി ഉണ്ടാകുന്നു. പിന്നീടാണ് ബാബുരാജിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് താൽക്കാലികമായിട്ടെങ്കിലും. ആ നിമിഷം തന്നെ ബാബുരാജിനെതിരെ അടുത്ത ആരോപണം വരുന്നു. ഇങ്ങനെ ഭാരവാഹികളൊക്കെ
ഒന്നിനു പിറകെ ഒന്നായി ആരോപണ വിധേയരാകുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫെഫ്കയും അമ്മയും ഒക്കെ എന്തിന് രൂപീകൃതമായി എന്നുള്ള സംശയവും ചോദ്യവുമാണ് ഉയരുന്നത്. ഇവരൊക്കെ ഇത്തരം കമ്മിറ്റികളെ സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ അതിനുതകുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൃത്യമായ മറുപടി നൽകുകയല്ലേ വേണ്ടത്? അതിനു പകരം ഒറ്റ ദിവസം കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നു, അതിൽ പ്രസിഡന്റായ മോഹൻലാൽ തന്റെ രാജി തീരുമാനം അറിയിക്കുന്നു, തുടർന്ന് ആ കമ്മിറ്റി തന്നെ ഒന്നാകെ രാജിവെച്ച് പിരിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഈ അമ്മ എന്നുള്ള സംഘടന നിലവിലില്ലാതെ താൽക്കാലികമായ ഒരു അഡ്ഹോക് കമ്മിറ്റി മാത്രമായി പ്രവർത്തിക്കുകയും ഇപ്പോഴുള്ള ഈ ധനസഹായം അടക്കമുള്ള സംവിധാനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യുമ്പോൾ കുറച്ചു വലിയ ചോദ്യങ്ങളുണ്ട്. വലിയ രീതിയിൽ പീഡനം നേരിട്ട, ചൂഷണം ചെയ്യപ്പെട്ടവരുടെയൊക്കെ ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നൽകാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഒളിച്ചോട്ടാണ്. അവർക്കൊന്നും പറയാനൊരു നാവുപോലും ഉണ്ടായിരുന്നില്ല. ഒരു 2 വരി ഞങ്ങൾ ഇതാ രാജിവെച്ച് പോകുന്നു. അപ്പൊ അവരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല എന്ന് കണ്ടിട്ട് ഒരു ഒളിച്ചോട്ടം തന്നെയാണ്. ഇന്ന് എന്നെ പലരും വിളിച്ചു ഇതിനകത്തുണ്ടാവുന്ന സംഭവങ്ങൾ വെച്ചിട്ട്. സങ്കടകരമാണ് നമുക്കുണ്ടാവുന്ന അവസ്ഥ. ഇപ്പം ഈ ഇന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് പറയാ, സാറേ ഞാൻ ചെയ്യുന്ന ജോലി ഒരേ ജോലി, എനിക്ക് കാർഡില്ല, എനിക്ക് പകുതി ശമ്പളമേ കിട്ടും, കാർഡുള്ളവന് മുഴുവൻ ശമ്പളം. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ജോലി ചെയ്താൽ എനിക്ക് കിട്ടുന്ന. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, അടിമത്ത വ്യവസ്ഥ ഞാൻ പറഞ്ഞ വെറുതെ അല്ല. അവിടെ അവരുടെ കാർഡ് എടുത്താൽ മാത്രമേ ഈ കാർഡ് എടുപ്പിക്കുക, അവന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുക, പിരിവെടുക്കുക എന്നിൽ കഴിഞ്ഞ് അവിടെ താഴേക്കടയിൽ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു വ്യവസ്ഥയില്ല. അതേപോലെ തന്നെ ഇന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നു, സാറേ 2000 രൂപയാണ് എക്സ്ട്രാസിന് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്നത് 500 രൂപയാണ്, ബാക്കി 1500 രൂപയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും മാനേജറും അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇതൊക്കെ ഈ സംഘടനയ്ക്ക് അറിയാം. സംഘടനയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ്, പക്ഷെ സംഘടനയില്ല. ഇനി സംഘടനയിൽ ഏറ്റവും അതിനേക്കാളും സംഘടന വെച്ചിട്ട് ആ സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇടവേള ബാബുവിന് കിടന്നു കൊടുത്താലേ സംഘടന അംഗത്വം കിട്ടുന്നു പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ആ സംഘടന? അതിനൊരു മറുപടി പറയണ്ടേ? ഇടവേള ബാബു ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ചോദിച്ചത് എന്താണെന്നുള്ളത് മോഹൻലാലിന് മറുപടി പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ രാമസിംഹൻ, എന്തായാലും 2 മാസം കഴിഞ്ഞ് ഇനി ഒരു പുതിയ കമ്മിറ്റി രൂപീകൃതമാകുമ്പോൾ അതിലാരൊക്കെ ഉണ്ടാകും, അവർ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? താഴേക്കടയുള്ളവർ വന്നാൽ നന്നാവും. ഈ പറയുന്ന ഈ കൊമ്പുള്ളവരുണ്ടല്ലോ, കൊമ്പം മീശയും വെച്ചവര്, അവര് മാറി നിന്ന് സാധാരണക്കാരനായിട്ടുള്ള ഇത് ആർക്കാണോ ഇതിന്റെ ആവശ്യം, ആ ആവശ്യമുള്ളവർ ആ രംഗത്തേക്ക് വരണം, അതിന്റെ മേൽത്തട്ടിലേക്ക് വരണം. അവിടെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന കിരീടം ഉണ്ടാവാൻ പാടില്ല. ആ കിരീടമില്ലാത്തവർ, ഈ അധ്വാനത്തിന്റെ വില അറിയുന്നവർ, ഈ ജീവിതത്തിന്റെ വില അറിയുന്നവർ അതിന്റെ മേൽത്തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നന്നാവും. അതല്ല ഇനിയും ഈ കിരീടം വെച്ചവർ തന്നെ വരികയാണെങ്കിൽ ആ കിരീടം വെച്ചവർക്ക് വേണ്ടി ഉള്ള ഒരു സംഘടനയായിട്ട് ഇനിയും അത് തുടരും. പകരം അടിത്തട്ടിലുള്ള ഇപ്പം സ്ത്രീകൾ, എന്താ സ്ത്രീകൾക്ക് അതിന്റെ പ്രസിഡന്റ് ആയാലും എന്താ, സെക്രട്ടറി ആയാലും എന്താ, കുഴപ്പം എന്താണ്? ഇപ്പൊ ഈ സംസാരിച്ചവർ നല്ല ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളല്ലേ അതിലുണ്ടായിരുന്നത്? അതെ, പക്ഷേ ശ്രീ രാമസിംഹൻ, ഈ സ്ത്രീകൾ എന്നുള്ളതിൽ അതിലും ആരൊക്കെയാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം നമുക്ക് താങ്കൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും, ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അടുത്ത 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇത്തരം ദുരനുഭവങ്ങളൊന്നും തനിക്ക് നേരിട്ടിട്ടില്ല, തങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആര് തലപ്പത്ത് വരുന്നു, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, ആർക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളത് തന്നെയാണ്, നിലപാട് തന്നെയാണ് കൂടുതൽ വ്യക്തമാക്കേണ്ടത്. അതിലൊരു പ്രശ്നം, ഈ കൊമ്പുള്ളവർ അടുത്തിരിക്കുമ്പോൾ അനങ്ങാൻ പറ്റില്ല. കൊമ്പില്ലാത്തവർ അടുത്താണെങ്കിൽ അവർ പറഞ്ഞേനെ. ഈ കൊമ്പുള്ളവരുടെ അവരെ ഓച്ചാനിച്ച് നിൽക്കുന്ന, ഞാൻ പറഞ്ഞ അടിമയും ഉടമയും, ഈ ഉടമയ്ക്ക് വേണ്ടി കുരയ്ക്കുന്ന പട്ടികളായിട്ട് മാറുകയാണ് മറ്റുള്ളവര്. അതെ, ആ ഒരു അവസ്ഥ മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഏറ്റവും കീഴേ തട്ടിലുള്ളവരുടെ ശബ്ദം പുറത്ത് കേൾക്കാൻ, അത് കേൾപ്പിക്കാൻ കഴിയണം. ഇതങ്ങനെയല്ല, ഇതിനകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. മേക്കപ്പ് ഗ്രൂപ്പ് വേറെ, മറ്റേ ഡ്രൈവർ ഗ്രൂപ്പ് വേറെ. ഇങ്ങനെ അവരവരുടെ ജോലിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ആർക്കാണോ 10 കാശ് കിട്ടുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കും. അതിനപ്പുറം സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ജയ് വിളിച്ച് പഠിച്ചവർ പോയവരാണ്. ആ ജയ് വിളിച്ച് പഠിച്ചവരെ മാറ്റിയിട്ട് തിരിച്ച് ഇപ്പൊ എന്തിനാ തിലകന്റെ മകനെ പുറത്താക്കിയത്? ജയ് വിളിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ വരട്ടെ, അങ്ങനെയുള്ളവർ ഇതിന് നേതൃത്വത്തിലേക്ക് വരട്ടെ, അപ്പൊ കാര്യങ്ങൾ മാറും. അതെ, തീർച്ചയായും.